നമസ്കാരം. ഡോക്ടർ ഫ്രണ്ടിലേക്ക് സ്വാഗതം. വല്ലാതെ ദേഷ്യം വരുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെ ദേഷ്യം വരുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ദേഷ്യം ഒരു പരിധിവരെ നല്ലതാണെങ്കിലും അമിതമായ ദേഷ്യം അതൊരു രോഗാവസ്ഥയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അത് മാരകമായ പല രോഗങ്ങളെയും വിളിച്ചു വരുത്താനുള്ള ഒരു ഇൻഡിക്കേഷനാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ദേഷ്യം എന്ന് പറയുന്നത് വളരെയധികം മാരകമായ ഒന്നാണ്. നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നാൻ തക്കവണ്ണം കെൽപ്പുണ്ടതിന്. ഈ ദേഷ്യം അല്ലെങ്കിൽ ഇൻപ്രപ്പോർഷനേറ്റ് റേഗ്, ഇമ്പൾസീവായിട്ടുള്ള റേഗ് എന്നാണ് പറയുന്നത്. വയലൻ്റായ ദേഷ്യത്തിന് റേഗ് എന്ന് പറയും. അതൊരു പ്രപ്പോർഷനേറ്റ് അല്ലാതെ, അതായത് പെട്ടെന്ന് അനിയന്ത്രിതമായ രീതിയിൽ നമുക്ക് വരുന്നെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഇങ്ങനെ അമിതമായി ദേഷ്യം വരുന്ന ഒരാൾക്ക് പ്രീ ഇമ്പൾസീവായിട്ടുള്ള ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവും. അതായത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥത, അല്ലെങ്കിൽ അവർക്കൊരു ആങ്സൈറ്റി, ഒരു വല്ലാത്ത ഒരു പിരിപിരിപ്പ് എന്നൊക്കെ പറയണ ആ ഒരു സംഭവം അവർക്ക് ആദ്യം അനുഭവപ്പെടും. അതിന് ഫോളോഡായിട്ട് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്, ഇമ്പൾസീവായിട്ടുള്ള ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവും. അതെങ്ങനെയാണ്? ബഹളം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, ആളുകളടുത്ത് അബ്യൂസീവായിട്ട് ചീത്ത പറഞ്ഞ്, അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് ഇമ്പൾസീവ് ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് അതോടെ കൂടി അഗ്രഷൻ വരാം. അഗ്രഷൻ ചിലർ അതുകൊണ്ട് നിർത്തിയില്ല, മറ്റേ തുടർന്നുകൊണ്ട് അയാളെ തന്നെയോ അല്ലെങ്കിൽ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളെയോ ആനിമൽസിനെയോ അയാൾ മുറിപ്പെടുത്തും, വേദനിപ്പിക്കും ശാരീരികമായിട്ട്. നാലാമതായിട്ട് പോസ്റ്റ് ഇമോഷണൽ ഔട്ട്ബേസ്റ്റ്. അതായത് ഇത് ചെയ്തതോടുകൂടി ഇവർക്ക് ചിലപ്പോൾ അതിന് കുറ്റബോധം തോന്നിയേക്കാം, അല്ലെങ്കിൽ നാണക്കേട് തോന്നും, അല്ലെങ്കിൽ അവർക്ക് ഗിൽറ്റ്, അതൊക്കെ ഇങ്ങനെ വല്ലാത്തൊരു വികാരങ്ങൾ അവർക്ക് വന്നേക്കാം. അതുപോലെ അഞ്ചാമതായിട്ട് കോൺസ്റ്റൻറ്റ് ഇറിറ്റബിലിറ്റി ആയിരിക്കും ചിലരിൽ കാണുന്നത്. എന്നുവെച്ചാൽ അവർക്ക് എപ്പോഴും ദേഷ്യം, എന്തിനോടും ദേഷ്യം, ആരോടും ദേഷ്യം, എന്ത് ചോദിച്ചാലും അവർ ഒച്ചയെടുത്ത് ഷൗട്ട് ചെയ്ത് പറയണവർ. ഇതൊക്കെയാണ് പൊതുവേ ഇത്തരക്കാരിൽ കാണുന്ന സിംറ്റംസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? പ്രധാനമായിട്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. അവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, അല്ലെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സെട്രാസ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം. രണ്ടാമതായിട്ട് അവർ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസ്ഡ്, അതായത് നമ്മൾ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ അവർ ഉപയോഗിച്ചിട്ട് അവരുടെ ബ്രെയിനിലൊരു കെമിസ്ട്രി ഉണ്ട്, ആ കെമിസ്ട്രി താളം തെറ്റി കിടക്കുന്നവരായിരിക്കാം. അതായത് നമ്മുടെ സിറോട്ടോണിൻ ലെവൽ എപ്പോഴും, അതായത് നമ്മുടെ ശരീരത്തിലുള്ള എന്തും ഒരു ബാലൻസ്ഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സിറോട്ടോണിൻ ലെവൽ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമിതമായി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാകും. അതേപോലെ നമ്മുടെ തലച്ചോറിൽ കുറേ സെൻറ്ററുകളുണ്ട്. അതേപോലെ അങ്ങനെ ഒരു സെൻറ്റർ, പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ് നമ്മൾ ഫിയർ സെൻറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ഫിയർ സെൻറ്ററിനെ അത് ഹൈപ്പറായിട്ട് ആക്റ്റീവ് ആകും ഇത്തരക്കാർക്ക്. അതായത് ഈ ബ്രെയിൻ കെമിസ്ട്രി മാറുമ്പോൾ സിറോട്ടോണിൻ ലെവൽ കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഫിയർ സെൻറ്റർ ഹൈപ്പറായിട്ട് ആക്റ്റീവ് ആവുന്ന സമയത്ത് അവരിലുണ്ടാവുന്ന ഇത്തരം സ്വഭാവങ്ങൾ കാണിക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ, അതായത് ഈ സോഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക്, അവരുടെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ചില ആളുകളുടെ പ്രണയ നൈരാശ്യം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഷോക്ക് കൊണ്ട്, ആ എൻവിറോൺമെൻറ്റൽ അവരുടെ സാഹചര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വന്നേക്കാം. ഇനി അതൊന്നും അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ട് ഇത്തരക്കാരുണ്ടാകാം. ചില ആളുകളുടെ ജനറ്റിക്കിലേ ഈ ഒരു ദേഷ്യം, വയലൻസ് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ ഒരു സിംറ്റംസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഇതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? പ്രധാനമായിട്ട് അവരുടെ മെൻ്റൽ സ്റ്റേജ്, അവരുടെ ആ ഒരു മാനസിക തലം ശരിക്കും താറുമാറാകും, കൂടുതൽ വേഴ്സാകും. പിന്നീട് ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളെയും ക്ഷണിച്ചു വരുത്തും. ഹൈപ്പർ ടെൻഷൻ, അതായത് ബ്ലഡ് പ്രഷർ അനിയന്ത്രിതമായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഗട്ട് സംബന്ധമായിട്ടുള്ള, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. മോറോവർ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫുള്ള് താറുമാറാകാനുള്ള സാധ്യത, ഒപ്പം ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾക്ക് ഒരു കാരണമായേക്കാം ഇത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിനെ തന്നെ തകരാറിലാക്കുന്ന ഒരു വലിയ ഒരു കീടാണുമായിട്ട് നമുക്ക് ഈ ആങ്കറിനെ കാണാം കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള കുട്ടികളിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ഫ്രണ്ട്സ്, കൊളീഗ്സ് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ
നമ്മളത് ഇതെന്തൊരു ചെറിയൊരു പ്രോബ്ലമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലരും കണ്ടുവന്നിട്ടുള്ളത് അവൻ്റെ അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയെ പോലെയാണ്, അത് അവൻ്റെ നാച്ചുറാന്നേ, അല്ലെങ്കിൽ അവൻ അങ്ങനെയാന്നേ, അവൻ്റെ ഒരു സ്വഭാവമാന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലഘൂകരിച്ച് കാണുന്ന ഒരു പ്രവണത നമ്മൾ കുടുംബങ്ങളിൽ കാണാറുണ്ട്. അത് ആ വ്യക്തിയെ തന്നെ നശിപ്പിക്കാൻ ഉതകുന്ന ഒരു വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. അതൊരു കാരണമല്ല. ഇനിയിപ്പോൾ അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, ആർക്കുണ്ടായിക്കോട്ടെ, പക്ഷേ ഈ കുട്ടിക്ക് അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനെ ലഘൂകരിക്കാതെ അതിനെ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ കെയർ കൊടുക്കുക. ഒരു കുട്ടിയാണെങ്കിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക. ADHD പോലത്തെ അസുഖമാണോ അല്ലെ IED ആണോ, എന്താണ്, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി അല്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിനെ തിരിച്ചറിയുക. അണ്ടർലൈൻ കോസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് സ്വീകരിക്കുക. അതുപോലെ വേണ്ട ലൈഫ് ചേഞ്ചസ് ഉണ്ടാക്കുക. അപ്പോൾ വലിയ ആളുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ജീവിതശൈലിയിൽ വരുത്തിയ മാറ്റങ്ങൾ, ഭക്ഷണ രീതി മാറ്റണം, അതുപോലെ നമുക്ക് വ്യായാമങ്ങൾ വേണ്ടി വരും, അത്തരത്തിലുള്ള മെഡിറ്റേഷൻസ്, അങ്ങനെയുള്ള കുറേ തെറാപ്പികൾ ആവശ്യം വന്നേക്കാം. അതൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് കൃത്യമായി അതിനെ ഫോളോ അപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം നമുക്കതിനെ തിരുത്തിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ പ്രധാനം അവനവന് മാറ്റം വേണമെന്ന് അവനവന് തന്നെ തോന്നണം. സോ മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ ആവട്ടെ. ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെയാണോ എന്നുള്ളത് ചിന്തിച്ച് നോക്കൂ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. താങ്ക് യു.